and formed out of C, capital G and E square by 4 pi epsilon 0. അപ്പോൾ അവയുടെ ലെങ്തിൽ we have to express in terms of C, G and E square by 4 pi epsilon 0. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കൺസെപ്റ്റാണ്. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ L(t)⁻1 എന്നെടുക്കാം. ക്യാപിറ്റൽ ഓൾറെഡി നമുക്കറിയാവുന്ന കൺസെപ്റ്റാണ് M⁻⁻1. L³ എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. L³ T⁻². സിമ്പിളായി. ഇനി വേണ്ടത് E² by 4 pi epsilon 0. അപ്പം നമുക്ക് ആ ഒരു റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. ആക്ച്വലി കൂളംസ് ലോയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്താൽ E² ഡിവിഷൻ ബൈ R² എന്നൊരു പാറ്റേൺ എടുത്താൽ ഇതാണ് നമ്മുടെ റിലവൻ്റ് ടേം. അതിനെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. x/r². അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? FR² ആയി മാറി. എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായി ML(t)⁻2 into L². അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് അത് കൺസെപ്റ്റ് എന്തായിട്ട് മാറി? ML³ T⁻². സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട അതേ കൺസെപ്റ്റിലൂടെ നമ്മൾ മൂവ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ്, നമുക്ക് ലെങ്തിനെ വി ഹാവ് ടു എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അതർ 3 പാരാമീറ്റേഴ്സ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? സോ L that is proportional to C⁻p say and capital G⁻Q and X⁻R. എന്നിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ ഹോമോജനിറ്റി പ്രകാരം ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സിലേക്ക് നമ്മൾ എഴുതിയാൽ M⁻0, L⁻1, T⁻0 ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു C എന്ന് പറയുമ്പോൾ എന്താണ്? L(t)⁻1 the whole raised to p. ക്യാപിറ്റൽ G വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം M⁻1, L³ T⁻2 the raised to q and x ഓൾറെഡി ഡയമെൻഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ML³ T⁻2 the whole raised to r. പിന്നെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്താൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എഴുതാം m⁻⁻ എഴുതുമ്പോൾ -q +r. സിമിലർലി എല്ലിൻ്റെ നമ്മളൊന്ന് എഴുതാൻ ശ്രമിച്ചാൽ L is equal to SP +3q +3r. T നമുക്ക് വരുമ്പോൾ -p -2q -2r. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനുമായിട്ട് ഹോമോജനിറ്റി നിയമപ്രകാരം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് m⁻0 ആണ്. സോ 0 = -q +r എന്ന് നമുക്ക് എഴുതാം. സോ അവിടെ തന്നെ നമുക്കൊരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. r is equal to q ആണ് എന്നൊരു ഇൻഫോർമേഷൻ കിട്ടി. അടുത്തത് L-ൻ്റെ പവർ 1 ആണ്. സോ 1 ഷുഡ് ബി ഈക്വൽ ടു p +3q +3r എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ എത്തി. അതോടൊപ്പം അനദർ റിലേഷൻ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടിയുടെ പവർ എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ഷുഡ് ബി ഈക്വൽ ടു -p -2q -2r. സോ നമുക്ക് ഉറപ്പിക്കാം p +2q +2r എന്ന് പറയുന്നത് 0 ആയി മാറി. അപ്പോൾ അത് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചാൽ p +2q +2r +q +r. ഗുഡ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1. പക്ഷേ ഇത് 0 ആയിട്ട് കൊടുക്കണോണ്ട് 1 is equal to q +r എന്ന് എഴുതാം. പക്ഷേ ക്യൂവും ആറും സെയിം ആയതുകൊണ്ട് നമുക്ക് 2r ആയിട്ട് എടുക്കാം. സോ r-ൻ്റെ വാല്യൂ q-ൻ്റെ വാല്യൂ 1/2 ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ വാല്യൂസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നീഡഡ് ആകേണ്ട പിയുടെ വാല്യൂ. സോ പിയുടെ വാല്യൂ സിമ്പിളായിട്ട് -2q -2r ആണ്. അപ്പോൾ അവിടെ -2 ഇൻറ്റു q-ൻ്റെ വാല്യൂ 1/2 -2 1/2. സോ വി ഗെറ്റ് ദ ആൻസർ -2. അപ്പോൾ എല്ലാ പാരാമീറ്ററും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം L എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു C⁻p. p എന്ന് പറയുന്നത് -2 ആണ്.
അടുത്ത ക്യാപിറ്റൽ ജി റൈസ് ടു സ്മോൾ ക്യൂ. സോ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് r എന്ന് പറയുന്നത് 1/2 ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുക. സോ എക്സ് റൈസ് ടു 1/2. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് പറയാം 1πc² ഇൻറ്റു ജി ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഈസ് വാട്ട്? ഇ സ്ക്വയർ ഡിവിഷൻ ബൈ 4πε0 ദ ഹോൾ റൈസ് ടു ഹാഫ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഫോർത്ത് ചോയ്സ് കിട്ടി. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന